ഒന്നും അടങ്ങിയിട്ട് വായിക്കുക കുറച്ച് ഒരു ഒരുപാട് പ്രാവശ്യം ചിന്തിച്ച ഭാഗമാണ്. ഞാൻ തന്നെ ഒരുപാട് വർഷം, പക്ഷെ ഇന്നലെ കുറെ ദിവസമായിട്ട് ദൈവം എനിക്ക് പ്രാർത്ഥിക്കാൻ വായിക്കാൻ ഈ ഭാഗം തരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ രാത്രി എന്ന് വിചാരിച്ച് എന്താണ് അപ്പൊ ഇനി ഇതിനകത്ത് സംസാരിക്കണമെന്ന് വെച്ച് വായിച്ചപ്പോഴാണ് കാര്യം ഇടപെട്ട കുറച്ച് കാര്യങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വായിച്ചത്. ദാനിയേൽ 3:1 മുതൽ. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാസ മരുഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി. നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിന്റെ മുമ്പാകെ നിന്നു. അങ്ങനെ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യ നാദങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ വിഭവത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ രാജാവിനെ ബോധിപ്പിച്ചത്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവെ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയണമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അഭിനവോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവൻ തിരുമനത്തിന്റെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോഴാദ്യം തുടങ്ങുന്ന നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴം വണ്ണും 6 മുഴവും ആയിരുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദൈവത്തെ ആർക്കും ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. രാജാക്കന്മാർക്കും മറ്റ് പലർക്കും പല ബിംബങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അവരുടെ ദൈവങ്ങളെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ദൈവം ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ കൈപ്പണിക്കുള്ളിൽ ഒതുങ്ങാത്ത ദൈവമാണ്. ആർക്കും ഉണ്ടാക്കാൻ കഴിയാത്ത ദൈവമാണ്. അതാണ് ജാതികളുടെ ദൈവവും നമ്മുടെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ഇന്നേരം നമ്മുടെ ദൈവത്തെ ആരും ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ടോ? നമ്മുടെ ദൈവത്തെ ഉണ്ടാക്കണ്ട, നമ്മുടെ ദൈവത്തെ ആരും കാണണ്ട, നമ്മുടെ ദൈവത്തെ ഹാലയിലെ ഒരു രൂപം വെക്കണ്ട. പക്ഷെ നമ്മുടെ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സകല മുഴങ്കാലും മടങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹാലയിലെ അവരുടെയൊക്കെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മറ്റ് പല വസ്തുക്കൾ കൊണ്ടും ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉയരം 60 മുഴം വണ്ണം 6 മുഴം വീതിയുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സമഭൂമിയിൽ നിർത്തി. അവരുടെ ദൈവത്തിന്റെ പ്രത്യേകത അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തണം. നമ്മുടെ ദൈവം അങ്ങനെ ഒരിടത്തും നിൽക്കുന്നവനല്ല. ഹല്ലേലൂയ. പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ദൈവത്തെ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ഇന്നടത്ത് നിർത്തിയെന്നല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം. ആ ദൈവം ആ ദൈവത്തിന് മറ്റൊരു പ്രത്യേകതയും കൊണ്ട് ഈ ചെറിയ നമ്മളായ മനുഷ്യരുടെ ഉള്ളിൽ വന്ന് വസിക്കുകയും കൂടെ ചെയ്യും. ഹല്ലേലൂയ. ഇത് എടുത്ത് അവിടെയും കൊണ്ടു നിർത്തി അവിടെ നിൽക്കും. അത് ഒന്നാമത്തെ പ്രത്യേക ജാതികളുടെ ദൈവത്തെ ആരെങ്കിലും ഉണ്ടാക്കണം.
ഉണ്ടാക്കാതെ അവർക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. നിർമ്മിക്കണം അതിനെ. മനുഷ്യന്റെ കൈപ്പണി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ജാതികളുടെ ദൈവമെങ്കിൽ നമ്മുടെ ദൈവത്തെ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. 2, അവരുടെ ദൈവത്തെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തണം. ആരെങ്കിലും ചുമന്നു കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെക്കണം. എന്നാലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹാലേലൂയ. അടുത്ത പറഞ്ഞേക്കുന്നത് നെബൂഖദ്നേസർ തുലാസമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപന്മാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാരപൂജാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാനപ്പാടും നെബൂഖദ്നേസർ രാജ നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നു കൂടുവാൻ ആളയിച്ചു. ഹാലേലൂയ. അപ്പൊ അതിനെ കൊണ്ട് നിർത്തിയെന്ന് മാത്രമല്ല, അത് ഇരിക്കുന്നിടത്തേക്ക് ചെല്ലണം. അതിനെ പ്രതിഷ്ഠ ആദ്യം നിർത്തി ഇനി അതിനെ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചു വെക്കണം. ഇല്ലെങ്കിൽ എന്താ ചെയ്ത് വീണു പോകും. അല്ലെ? അതിനെ പ്രതിഷ്ഠിക്കാന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടത്തൊക്കെ കാണാറുണ്ട്. ഹല്ലേലൂയ. പ്രതിഷ്ഠ നടക്കുന്ന അവിടെ എന്താ വെച്ചാൽ ഇതിനെ ചുമന്നുകൊണ്ട് വന്ന് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടും. എന്നുവെച്ചാൽ ഉറപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ, ഇതിനെ എവിടെയെങ്കിലും ഉറപ്പിച്ച് പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ താഴെ വീണു പോകും. മനസ്സിലാകുന്നുണ്ട? നമ്മുടെ ദൈവത്തെ അങ്ങനെ ഉറപ്പിക്കണ്ട, എവിടെയും കൊണ്ട് നിർത്തണ്ട. അടുത്ത പറയുന്നത് അവരെ എല്ലാവരും അവിടെ വന്നുകൂടാ എന്ന് വെച്ചാൽ ഇതിനെ കാണണമെങ്കിൽ ഉറപ്പിട്ട് അത് ഇരിക്കുന്നിടത്തേക്ക് ചെല്ലണം. നമ്മുടെ ദൈവത്തെ കാണാൻ ആരെങ്കിലും രാവിലെ ഞാൻ ഇന്ന് ദൈവത്തെ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ? അവിടെ ആയിരിക്കും. അതെന്താ ദൈവത്തെ കാണാൻ അങ്ങോട്ട്, അത് അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് ചലിക്കാൻ പറ്റത്തില്ല. കാരണം അതിനെ അവിടെ ഉറപ്പിച്ച് വെച്ചേക്കുക. നമ്മൾ അവിടെ ചെന്നിട്ട് അതിനെ വണങ്ങണം. ആമേൻ. ഹല്ലേലൂയ. അതിനെ ചെന്ന് കാണണം. ഹല്ലേലൂയ. അതിനെ മുഖം കാണിക്കാൻ അങ്ങോട്ട് ചെല്ലണം. ഹല്ലേലൂയ. അതിന് ചലനശേഷിയില്ല. അതിന് നിൽക്കുന്നിടത്ത് എവിടെ ഉറപ്പിച്ച് നിർത്തി അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അവിടെ അനങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് പറയുന്നത് ആമേൻ അപ്രതിഷ്ഠ. അപ്പൊ അവിടെ ചെന്ന് അങ്ങോട്ട് നിർത്തണം രാജാവ്. എന്നിട്ട് രാജാവ് നിർത്തിയ ബിംബത്തിൽ എന്ന് വെച്ചാൽ രാജാവ് എവിടെ തീരുമാനിക്കുന്നു അവിടെ നിൽക്കണം. അത് രാജാവ് തീരുമാനം, മറ്റുള്ള ആൾക്കാരെ തീരുമാനിക്കാൻ നിങ്ങൾ ഇവിടെ നിന്നാൽ മതി അവിടെ നിന്നോണം, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി അവിടെ ഇരുന്നോണം. പക്ഷെ അതിന് സ്വന്തമായിട്ട് അഭിപ്രായമില്ല, സ്വന്തമായിട്ട് ചലിക്കാൻ കഴിയില്ല, സ്വന്തമായിട്ട് എങ്ങോട്ട് പോകാൻ കഴിയില്ല, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരെങ്കിലും ഉണ്ടാക്കണം. ഒന്നാമത്തെ ആരെങ്കിലും ചുമന്നെടുത്തുകൊണ്ട് പോകണം. അടുത്തത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തണം. ഇനി അവിടെ നിർത്തിയിട്ട് അവിടെ ഉറപ്പിച്ചു വെക്കണം. ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിന്നോണം. ഹാലയില് പിന്നെ ആരെങ്കിലൊക്കെ കാണണമെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോകണം കാണാനായിട്ട്. അവിടെ ചെന്നാൽ ഇതിനെ കാണാം, ഇതിനെ നമസ്കരിക്കാം, തിരിച്ചു പോരാം. ഒന്ന് ആലോചിച്ച് നോക്കി മനുഷ്യന്റെ ഗതികേട് എത്രയാന്ന്. പേരെന്താണ്? ദൈവം എന്ന പേര്. ഹല്ലേലൂയ. അവിടെ നെബൂഖദ്നേസർ നേരത്തെ ദൈവത്തിന്റെ ദൈവം എന്ന് തന്നെ പറഞ്ഞു. നെബൂഖദ്നേസറിന്റെ ദൈവമാണിത്. ആ ദൈവത്തിന്റെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനെ വണങ്ങാൻ പോകുന്ന മനുഷ്യന്റെ ഗതികേട് അതിനെക്കാട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നമ്മൾ തന്നെ പല പ്രാവശ്യം, പക്ഷെ ഇന്നലെ വീണ്ടും ഈ ഭാഗം കുറെ ദിവസമായിട്ട് എന്നോട് ഇങ്ങനെ ഇടപെടുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്തോന്ന് കർത്താവ് ഇതിനകത്തൊന്നും നിനക്ക് സംസാരിക്കാനുള്ള. രാത്രി ഇരുന്ന് വായിച്ചപ്പം ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ഇടപെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ല എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയ കാര്യമില്ല. ഇന്ന് ഞാൻ അപ്പൊ തന്നെ ഇങ്ങനെ അവിടെ ഓരോ വാക്കിന്റെ അടിയിൽ ഇങ്ങനെ വരച്ചു വെച്ച് ദൈവാത്മ ഇടപെട്ട. കാരണം ഇന്നും മനുഷ്യന് തലയ്ക്കകത്ത് ബുദ്ധി ഉദിച്ചിട്ടില്ല. ഇന്നും മനുഷ്യന് വെളിവ് നമ്മൾ ഓരോരുത്തർ സുബോധം വന്നിട്ടില്ല. കാരണം അവർക്കൊരു സുബോധം ഉണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാം, ഒരു ദൈവം ഒരിക്കലും അങ്ങനെ അല്ല ആകേണ്ടുന്നത്. മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കി, മനുഷ്യൻ ചുമന്നുകൊണ്ടുപോയി, മനുഷ്യന്റെ അടുത്ത് കൊണ്ട് നിർത്തി, മനുഷ്യന്റെ അടുത്ത് ഉറപ്പിച്ച്, മനുഷ്യൻ അങ്ങോട്ട് ചെന്ന് അതിനവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവിടേക്ക് ചെന്ന് അതിനു മുമ്പിൽ വീണ് വണങ്ങി നമസ്കരിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്ന അവസ്ഥ. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആമേൻ. ഞങ്ങളെ രക്ഷിക്കണേന്ന് പറയുന്ന അവസ്ഥ. എന്നിട്ട് അടുത്ത് പറയുന്നത് ആമേൻ, അടുത്ത രാജാവിന്റെ കൽപ്പന എന്ന് വെച്ചാ ആ ദൈവത്തിന് വേണ്ടിയിട്ട് ചില മനുഷ്യർ കൽപ്പിക്കണം. ആ ദൈവത്തെ നമ്മൾ എങ്ങനെ സേവിക്കണം എന്നും എന്തൊക്കെയാണ് ആചാരങ്ങൾ എന്നും ഒക്കെ മനുഷ്യൻ കൽപ്പിക്കണം. കാരണം അവിടെ രാജാവിന്റെ കൽപ്പന വരെ എന്താന്ന് വെച്ചാ, ഞാൻ എന്താ പറയുന്ന രാജാവ് കൽപ്പിക്കുന്നത് എന്താ വെച്ചാൽ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകല വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്ന അവനെ തീച്ചൂളിൽ നാഴികെ തന്നെ എരിയുന്നതിൽ ഇട്ട് കളയും. ഹല്ലേലൂയ. ഇവിടെ ഫോഴ്സ്ഫുള്ളി
പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ ആ ബിംബത്തെ വീണ് നമസ്കരിക്കുകയാണ്. യഥാർത്ഥ ദൈവത്തെ നമസ്കരിക്കാൻ ആരും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, ആരും നിർബന്ധിക്കേണ്ട, ആരുടെയും കൽപ്പന വേണ്ട. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് നമ്മുടെ ദൈവത്തിന്റെ നാമം. അത് ആരും പറഞ്ഞിട്ടും, ഇല്ലെങ്കിൽ തല വെട്ടിക്കളയും തീച്ചോള ഇട്ടുകളയെന്ന് പറഞ്ഞിട്ടല്ല ആരും വീണ് നമസ്കരിക്കുന്നത്. ആ നാമത്തിന് മുമ്പിൽ വീണ് നമസ്കരിച്ചു പോകും. അത്രത്തോളം പവർഫുൾ ആണ് നമ്മുടെ കർത്താവിന്റെ ശക്തി. ആ കർത്താവിന്റെ നാമം അത്രത്തോളം എന്താ പറയാ, സകല പിശാചുക്കൾ പോലും ആ നാമത്തെ, ആ യഹോവ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നതാ കേട്ടത്. അവര് ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്ന നാമമാണ്. അവിടെ ആരും പറയണ്ട നിങ്ങൾ വന്ന് വീണ് നമസ്കരിക്കണമെന്ന്. ഇവിടെ എന്താ പറയാ, രാജാവിന്റെ കൽപ്പന വരിക, ഇത് കേൾക്കാൻ വീണ് നമസ്കരിച്ചോണം, ഇല്ലെങ്കിൽ എന്താ, നിന്നെയൊക്കെ പിടിച്ച് എരിയുന്ന തീച്ചുള്ള ഇട്ടുകളി. ഹല്ലേലൂയ. അവിടെ ഒരു മനുഷ്യൻ പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തണം, എന്നാൽ മാത്രമേ നമസ്കരിക്കാൻ തോന്നൂ. എന്നാലും നമസ്കരിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഹല്ലേലൂയ. എന്നിട്ട് ജാതികൾ, എന്നിട്ട് എരിയുന്ന തീച്ചിട്ട്, അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തി സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഈ കൽപ്പന വന്നതുകൊണ്ട് ഇത് കേട്ടപ്പോൾ സകല ജാതികളും ഭാഷക്കാരും വീണ് നമസ്കരിച്ചതിന്റെ കാരണം അവർ ദൈവത്തെ ഭയപ്പെട്ടിട്ടല്ല വീണ് നമസ്കരിച്ച, രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെട്ടിട്ടാ വീണ് നമസ്കരിച്ചത്. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ട് വീണ് നമസ്കരിക്കില്ല. അപ്പൊ അടുത്ത് നമ്മൾ കാണുന്ന അങ്ങോട്ട് വായിക്കുമ്പം ആമേൻ. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്ത് വന്നു യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ ബോധിപ്പിച്ചത്, രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവരും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്ന് ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവന് എരിയുന്ന തീച്ചിൽ ഇട്ട് കളയണമെന്ന് ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരന്മാരെ നിയമിച്ച ശദ്രക്ക്, മേശ, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുക, തിരുമനസ്സുകൊണ്ട് നിർത്തി സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അവിടെ അവര് വന്നിട്ട് പരാതി പറയാ, രാജാവെ, നിങ്ങളുടെ കൽപ്പനയൊക്കെ ഉണ്ട്, ഇതെല്ലാം കേട്ടു, എല്ലാവരും വീണ് നമസ്കരിച്ചു. പക്ഷെ ഇവിടെ ഒരു 3 പുരുഷന്മാര് മാത്രം അതിന് വീണ് നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താന്ന് വെച്ചാൽ 3 പുരുഷന്മാര് പറയും, ഞങ്ങൾ രാജാവിനെ അല്ല ഭയപ്പെടുന്നു, ഞങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുന്നു. ആ ദൈവത്തെ ഞങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ട് രാജാവിന്റെ കൽപ്പനയുടെ മുമ്പിൽ ഞങ്ങൾ ഭയപ്പെടത്തില്ല. ഈ ലോകത്തിന്റെ എന്തൊക്കെ കൽപ്പനകൾ വന്നെന്ന് പറഞ്ഞാലും, എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവത്തെ, ഹല്ലേലൂയ, മറ്റുള്ളവർ മനുഷ്യരെ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. മറ്റുള്ള മനുഷ്യർ എന്തൊക്കെ പറയുമ്പോഴും, എത്ര കൽപ്പന വന്നാലും അവർക്ക് ദൈവത്തെ ഭയപ്പെടുന്നവർ അതിന് മുമ്പിൽ വീണ് നമസ്കരിക്കും. അപ്പൊ നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്ന മക്കളാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതൊക്കെ കണ്ട് ഭയപ്പെട്ട് അനുസരിച്ച് ഹല്ലേലൂയ മൂവ് ചെയ്യാനുള്ളവരല്ല നമ്മൾ. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ നിൽക്കണം. ഇവിടെ 3 പേരുടേതായി നമ്മൾ ഒരുപാട് പ്രസംഗിക്കും. ഞാൻ തന്നെ ഭരിക്കുന്ന കുറെ പ്രാവശ്യം ഈ വചനഭാഗം കേട്ടിട്ടുണ്ട്. അതുപോലെ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്ത. പക്ഷേല് ഹല്ലേലൂയ, നമ്മൾ ആരെയാണ് വീണ് നമസ്കരിക്കുന്നത് തിരിച്ചറിഞ്ഞു വേണം നമസ്കരിക്കാനായിട്ട്. ഇന്ന് അവരുടെ ദൈവം ആരാന്ന് ഒന്നും കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുക. നമ്മുടെ ദൈവം ആരാണ്. അപ്പം നമ്മൾ പറയത്തില്ലേ, സേവിക്കുന്നെങ്കിൽ കൊള്ളാവുന്ന സേവിക്കണം എന്ന് പറയുന്ന കണക്ക്. ഹല്ലേലൂയ. നമുക്കിപ്പോ ഒരു നമ്മുടെ ഒരു ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് ചില ആൾക്കാർക്ക് എന്താ പറയാ, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണല്ലോ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ പല ഭരണാധികാരികളും കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ ഓക്കെ, നമ്മൾ ആ ഇരിക്കുന്ന സ്ഥാനത്തെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ക്വാളിഫിക്കേഷൻ. നമ്മുടെ കേരളത്തിൽ നിന്ന് കൂടെ വരുന്നതൊന്നും വേണ്ട. കേരളത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്താൽ തന്നെ
മൊത്തം തെറ്റാ വിളിച്ചു പറയുന്നത്. കാരണം അത്രത്തോളം പോലും ക്വാളിഫിക്കേഷൻ ഇല്ല, ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തി ഇരിക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, അല്ലെ? സങ്കടാവം തോന്നും. ഹാലയിലെ കാരണം ഓരോ സ്ഥാനത്തും ഓരോ പൊസിഷൻ ഇരിക്കേണ്ടവർക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു ക്വാളിഫിക്കേഷൻ വെക്കണം എന്നുള്ളത് നമുക്ക് ഓർത്തു പോകും. നമ്മുടെ ഭരണഘടനയിൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് ഹാലയിലെ. കാരണം എല്ലാ ജോലിക്കും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ മന്ത്രി കസേര ഇരിക്കാൻ വേണ്ടി മാത്രം ആ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് സങ്കടകരമായി തോന്നാറുണ്ട് ഹാലയിലെ. കാരണം വിദ്യുശക്തി വകുപ്പ് മന്ത്രിയോട് ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ പുള്ളി ലെഫ്റ്റും റൈറ്റും നോക്കും. കാരണം വെച്ചാൽ അതുപോലും അറിയത്തില്ല ഹാലയിലെ. അപ്പൊ പറഞ്ഞു കാരണം എന്താ പറയാ, അത് അതിന്റെ ആവശ്യമുണ്ട്. മന്ത്രിയായിട്ട് ഇരിക്കുന്ന വെച്ചേക്ക് യഥാർത്ഥമായിട്ട് അതിന്റെ ആവശ്യമുണ്ട് ഹാലയിലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാലെ നമ്മളിപ്പോ ഞാനെയൊക്കെ പോളിച്ച് അങ്ങനെ ഒരു കമ്പനിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പം അല്ലെ, നമുക്ക് അതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും നമ്മുടെ പൊസിഷൻ അനുസരിച്ച് ഹാലയിലെ ഇപ്പൊ നമ്മള് GM ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഓപ്പറേഷന്മാരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ആ കമ്പനിയുടെ ഹാലയിലെ എല്ലാ മേഖലയിലും നമുക്കൊരു പരിജ്ഞാനം വേണം. ചെല്ലുമ്പോ എല്ലാവർക്കും ഉണ്ടാകത്തില്ല, പക്ഷെ നമ്മൾ അത് അറിയാനും പഠിക്കാനും ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നാളെ നമ്മളോട് വന്നിട്ട് ഒരാൾ പറയും, അയ്യോ മാഡം ഇന്നതുകൊണ്ടാണ് ഇത് ചെയ്യാഞ്ഞല്ല, ഇന്നതുകൊണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അവരെ പറ്റിക്കും ഹാലയിലെ. അപ്പൊ നമ്മളെപ്പോഴും അറിഞ്ഞു വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇവിടെ ദൈവം ആരെന്ന് തിരിച്ചറിവ് വേണം നമുക്ക്. നമ്മുടെ ദൈവം ആരാണെന്നും ജാതികളുടെ ദൈവം ആരാണെന്നും ശരിക്കും നന്നായി അറിയണം. അവരുടെ ദൈവത്തിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്നും അവർക്ക് എന്തൊക്കെ ഇല്ല എന്നും നമ്മുടെ ദൈവത്തിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞാൽ വേണം ദൈവത്തെ സേവിക്കാനായിട്ട്. ഇന്ന് പലർക്കും എല്ലാവരും എല്ലാ ദൈവങ്ങളും ഒരുപോലെ എന്നുള്ള അവസ്ഥയെ കൂടെ നടന്നപ്പോഴും ജാതികളുടെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരുപാട് ഹാലേലിയ പെന്തക്കോസ്റ്റിനകത്തും ഉണ്ട്. വിളിച്ച് വേർതിരിക്കപ്പെട്ട് ഹാലേലിയ വിശുദ്ധ ജനം എന്ന് ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്നും രഹസ്യമായിട്ട് ഹാലേലിയ മറ്റു പലതിനെയും മുമ്പിൽ പോയി വണങ്ങുന്നവരുണ്ട് ഹാലേലിയ. അപ്പൊ അവിടെ പോയി വണങ്ങുന്നവർ ആലോചിക്കണം, ഇതെന്താണ് എന്ന് ശരിയായ രീതി ആലോചിച്ചിട്ട് പോണം ഹാലേലിയ. ഇത് മനുഷ്യന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബിംബമാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ്, ഒരു രൂപമാണ്. അതിനെ ആരും ചുമന്നുകൊണ്ട് പോകണം, എവിടെയെങ്കിലും കൊണ്ട് നിർത്തണം, അവിടെ ഉറപ്പിക്കണം, അതിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലണം ഹാലേലിയ. മറ്റുള്ള പലരും പറഞ്ഞു കേട്ട ഹാലേലിയ ചില അറിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ ചില കൽപ്പനകൾ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെ വീണ് നമസ്കരിക്കുന്നതൊക്കെ ഹാലേ. എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഇനി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ യാത്ര പുറപ്പെട്ട് അവിടേക്ക് പോകണം. അങ്ങനെയല്ല നമ്മൾ യഥാർത്ഥ ദൈവം നമ്മളിൽ വന്ന് വസിക്കും, നമ്മൾ ഇരിക്കുന്നിടത്ത് നിൽക്കും, പ്രപഞ്ചം മുഴുവൻ നിറയെ. അവനെ ആർക്കും ഒരു കൈ കൊണ്ട് ഹാലയിലെ പണിഞ്ഞുണ്ടാക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ അപ്പുറമാണ് നമ്മുടെ ദൈവം ഹാലയിൽ. എവിടെയെങ്കിലൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഒക്കെ വീട്ടിലും ഇപ്പോഴും കാണാറുണ്ട്, ആരോ വരച്ച ഹാലയിലോ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിന് മുമ്പിൽ മെഴുതിരിയും ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാണാറുണ്ട് ഹാലയിലിയ. അങ്ങനെ ഒരു ഫോട്ടോയ്ക്കകത്ത് ഹാലയിലിയ ഒരു രൂപത്തിനകത്തൊന്നും ഒതുങ്ങുന്നവനല്ല നമ്മുടെ ദൈവം ഹാലയിലിയ. എല്ലാ പള്ളികളിലും ഒരു ക്രൂശിനകത്ത് കർത്താവിനെ ക്രൂശിച്ച് കടത്തേക്കുന്ന കാണാറുണ്ട് ഹാലയിലിയ. അവിടെയൊക്കെ അതിനൊക്കെ മുമ്പിൽ നിന്ന് വണങ്ങിയിട്ടുള്ളവരാ നമ്മൾ ബോധമില്ലാതിരുന്ന സമയത്ത്, ബുദ്ധി ഇല്ലാതിരുന്ന സമയത്ത് ഹാലയിലിയ. ഇന്നും ബുദ്ധിമണ്ഡലം തുറക്കാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട് ഹാലയിലിയ. അപ്പൊ ആ ദൈവത്തെയൊക്കെ ഈ പറയുന്ന എല്ലാത്തിനെയും ഉണ്ടാക്കി വെച്ചേക്കാണ്. ആ ഉണ്ടാക്കി വെച്ച മനുഷ്യന്റെ കൈപ്പടി നമ്മുടെ യശയാപ്രവാചകന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഹാലയിലിയ. എന്താ, ഒരു മരം മുറിക്കുന്നു, അതിൽ നിന്നൊരു കഷ്ണം എടുക്കുന്നു, അപ്പം ചുട്ട് തിന്നുന്നു, തീ കായുന്നു, അതിൽ നിന്നൊരു മരമുട്ടി എടുത്ത് ചെത്തി ഒരുക്കൊരു രൂപം ഉണ്ടാക്കി അതിന് മുമ്പ് ചെന്ന് വീണ് നമസ്കരിച്ചിട്ട് ഹലേനെ രക്ഷിക്കണമേ എന്ന് പറയുന്നു. ഇതാണ് മനുഷ്യന്റെ ഗതികേട് എന്ന് പറയുമ്പോൾ ഹാലൂയ അവിടെ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും രാജാവിനെ ഭയപ്പെട്ടിട്ട് ഇതിനെ വീണ് നമസ്കരിക്കും. പക്ഷെ 3 പേര് അതിനെ വീണ് നമസ്കരിച്ചില്ല. കാരണം എന്താ നമസ്കരിക്കാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞ്, ഞങ്ങൾക്ക് രാജാവിനെ ഭയമില്ല, പക്ഷെ ഞങ്ങൾ ഭയപ്പെടേണ്ടെന്ന് ഒരുവനുണ്ട് ഹാലെ, ആ ദൈവത്തെ ഞങ്ങൾക്ക് ഭയമാ. അതുകൊണ്ട് രാജാവിന്റെ ബിംബത്തപ്പ രാജാവ് ഭയങ്കര കോപിക്കുന്നു ഹാലില്ല. അവിടെ താഴോട്ട് പറയുന്നത്, എന്നാൽ നെബൂഖദ്നേസർ ഉഗ്ര കോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോ വായിച്ചോ താഴോട്ടൊന്ന് ഹാലില്ല. അവിടെ നിന്ന് വായിക്കും, അത്ര വായിച്ചു 13 തുടങ്ങിയിട്ടൊന്ന് വായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. വായിച്ചു സാറമസ്റ്റർ വായിച്ചു. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവെ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ?
ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴിയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിനെ കോപം മുഴുത്തു ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോട് കൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ട് ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് പറഞ്ഞു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിക്കൽ അടുത്തിയെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന അവര് നമസ്കരിക്കത്തില്ല എന്ന് രാജാവിന് ഉഗ്ര കോപം വന്നു. ഹാലേലി. എന്നിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, രാജാവ് അവരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കേട്ട ശരിയാണോ? എങ്കിൽ ഞാനിപ്പോ കൽപ്പിക്കാൻ പോവാണ്. അപ്പം കിന്നരം, ഇവിടെ പറയുന്ന കുറെ വാദ്യ ഉപകരണങ്ങളുണ്ട്. അതിന്റെ എല്ലാ ശബ്ദം ഇപ്പൊ ഞങ്ങൾ കേൾപ്പിക്കും വീണ്ടും നമസ്കരിക്കണം. അവരുടെ ദൈവത്തെ നമസ്കരിക്കാൻ ചില ചടങ്ങുകളോടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോ ഈ ശബ്ദമൊക്കെ കേട്ട് ഈ വാദ്യ ഇവിടെ പറയുന്ന എന്തൊക്കെയാ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതല സകല വാദ്യനാദം കേൾക്കുന്ന സമയത്ത് താൻ പ്രതിഷ്ഠിച്ച ദൈവത്തെ ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരിക്കുക. നമസ്കരിക്കാൻ ഈ നടിയെ തന്നെ നിങ്ങൾ എരിയുന്ന തീച്ചുള്ള ഇട്ടുകൾ എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തിയാണ് ഹാലെ, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുന്നു ഹാലെ. പക്ഷെ അതുപോലെ ഇവിടെ കുറെ വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇവർക്ക് അവരുടെ ദൈവത്തെ വീണ് നമസ്കരിക്കാൻ പറ്റുന്നു. നമ്മുടെ ദൈവത്തെ നമസ്കരിക്കുന്നത് ഒന്നും വേണ്ട. ഇന്നും പലർക്കും ചില ചിന്തകളൊക്കെ ഉണ്ട് ഹാലയിൽ. നമ്മളൊക്കെ ചർച്ചിൽ ചെന്ന് നിൽക്കുമ്പം അവിടെ വലിയ കീബോർഡിന്റെ ശബ്ദവും ഹാലയിൽ വലിയ പാട്ടും കയ്യടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം ഇറങ്ങത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഹാലയിൽ നടക്കും. ഞങ്ങളുടെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിച്ചോ പറയുന്നുണ്ടായിരുന്നു, ഹാലയിലിയ ദൈവത്തെ ആരാധിക്കാൻ വേണം. നമ്മൾ ഈ ആരാധിക്കാൻ വേണമെങ്കിൽ നല്ല കീബോർഡ് വേണം, നല്ല എന്താ പറയാ മ്യൂസിക് സിസ്റ്റം വേണം, നല്ല എന്താ പറയാ വർഷിപ്പ് ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്തമാണ് നല്ല പാട്ടുകൾ പാടണം, ജനത്തെ കൊണ്ട് ആരാധിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ഇന്ന് പലയിടത്തും ചിന്ത ഹാലയിൽ എന്ന് വെച്ചാൽ ഇന്ന് ആരാധന ശരിയായില്ല, എന്ന് വെച്ചാൽ വർഷിപ്പ് ടീം അത്ര ശരിയായില്ല, ഇന്ന് പാടിയ പാട്ടൊന്നും അത്ര നന്നായില്ല, അല്ലെ ഇന്ന് കീബോർഡിന്റെ താളം ഒന്നും ശരിയായില്ല. ഹാലയില്ല. അതുകൊണ്ട് ഇന്ന് അങ്ങ് ആരാധന സുഖമായില്ല, ഇന്നത്തെ വർഷിപ്പ് ഒരു സുഖമില്ല. ഇതാ നമ്മൾ പറയുന്നത് ഹാല. എന്താ വെച്ചാൽ അവരുടെ ഉത്തരവാദിത്തമായി മാറി ഇപ്പൊ ജനത്തിനെ ആരാധിപ്പിക്കാൻ. ഹാലേലിയ. അങ്ങനെ അല്ല ആരാധന ഉണ്ടാകേണ്ട ഹാലേലിയ. കാരണം ആരാധന നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടേണ്ടുന്നത്.
ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതും കൊണ്ടാ ചെയ്യേണ്ടത്. അത് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുക. അതിനിപ്പോ ഒരു കീബോർഡ് ഇല്ലെങ്കിലും ഒരു വർഷിപ്പ് ലീഡർ ഇല്ലെങ്കിലും ഹല്ലേലൂയ, ആരുടെയും കയ്യടി ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളത്തിൽ നിന്നൊക്കെ പുറപ്പെടുന്നതാണ് ആരാധന. ഹല്ലേലൂയ. നമ്മൾ ആ ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ ആരാധന. ഇവിടെ കുറെ ഉപകരണങ്ങളൊക്കെ വെച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പം അവര് വീണ് നമസ്കരിക്കണം. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുക, ഇതൊന്നും വേണ്ട. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ വീണ്ടും ഇതിന്റെ ശബ്ദമൊക്കെ വീണ്ടും നമുക്ക് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എരിയുന്ന തീച്ചുള ഇട്ടുകളെ ഇന്ന് 3 പേരെ വിളിച്ച് മുമ്പിൽ നിർത്തി കൽപ്പിക്കുന്നത് രാജാവാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മൾ പലപ്പോഴും ദൈവവചനം എപ്പോഴും ആ കോണ്ടക്സ്റ്റിൽ തന്നെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. പൗലോസ് അപ്പോൾ ഒരിടത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ മൂർഖനാണെങ്കിലും നിങ്ങളെ നടത്തുന്ന, അല്ലെങ്കിൽ മൂർഖനാണെങ്കിലും നിങ്ങളുടെ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഭരണാധികാരികള് നമ്മുടെ നേതൃസ്ഥാനങ്ങളൊക്കെ ബഹുമാനിക്കണം എന്ന് പറയും. പക്ഷേങ്കില് അത് പറഞ്ഞു എന്നും പറഞ്ഞ് ഹല്ലേലൂയ, ഏത് ഭരണാധികാരിയാണെങ്കിലും എന്ത് പറയുമ്പോഴും വീണ് നമസ്കരിക്കേണ്ട, അല്ലെങ്കിൽ ഹല്ലേലൂയ അതനുസരിക്കേണ്ട കാര്യമില്ല നമുക്ക്. കാരണം നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരോധമായിട്ടുള്ള കാര്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ലേ സിസ്റ്റർ ഈ വചനം, ഭരണാധികാരികൾ അല്ലെങ്കിൽ യജമാനന്മാർ ഇത്ര മുറുക്കം അനുസരിക്കണം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കല്ലേ? പല ആൾക്കാരും എങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാണുന്നതിന്റെ എല്ലാം പോയി മുമ്പ് വീണ് നമസ്കാരം. അങ്ങനെയാണ് ഈ ശദ്രക്കും മേശക്കും ഇവര് അനുസരിക്കണമായിരുന്നു. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ദൈവദാസൻ പലരും പറയും, നമുക്കൊരു പരിജ്ഞാനം ദൈവം തന്നിട്ടില്ലേ, അപ്പൊ അതനുസരിച്ച് ആ രാജ്യത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥർ അല്ലേ? അതുകൊണ്ട് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഈ വേദപുസ്തകം അനുസരിച്ച് ഏറ്റവും പരിജ്ഞാനമില്ലാത്ത മനുഷ്യൻ ദാനിയേലായിരുന്നു. കാരണം രാജാവിന്റെ കൽപ്പനയോടുണ്ട് വേറൊരു ദൈവത്തോടും പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പതിവ് പോലെ. എന്നിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കണ്ട്, ആ തുറന്നിരുന്ന കിളിവാതിന് മുമ്പേ നിന്ന് പുള്ളിക്കാരൻ പ്രാർത്ഥിക്കേണ്ട വല്ല അതൊന്ന് അടച്ചു വെച്ചിട്ടങ്ങ് പ്രാർത്ഥിച്ച രഹസ്യത്തെ കാണുന്ന ദൈവം നമ്മളെ രഹസ്യത്തെ കാണത്തില്ലേ? പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ എല്ലാരും കാണത്തക്ക രീതിയിൽ ചെയ്യേണ്ട കാര്യം നമുക്ക് കാര്യം വാതിലൊക്കെ അടച്ച് കഥവും ജനലൊക്കെ അടച്ചിരുന്ന് പുള്ളിക്ക് പ്രാർത്ഥിക്കാറുന്നല്ലോ, ആരും കാണത്തില്ലായിരുന്നല്ലോ. അപ്പം അവിടെ ദാനിയേൽ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം എത്തുന്ന ദാനിയേൽ ആഗ്രഹിച്ചില്ല. അവിടെ ഒരു രാജാവിനെ ഭയപ്പെട്ടിട്ടും എന്റെ ദൈവത്തെ സേവിക്കുക, ഇത്രയും നാൾ എങ്ങനെയാണോ സേവിച്ചിരുന്നത് അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. ഞാൻ അവിടെ രാജാവിനെ ഭയപ്പെട്ടിട്ട് അതിൽ മാറ്റം വരുത്തത്തില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള പലതിനെയും ഭയപ്പെട്ടിട്ട് നമ്മുടെ ആരാധനകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ വചന ഇതിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. അതിനോടൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ച്, ആ നിയമങ്ങൾക്കനുസരിച്ച്. ഇന്ന് ഞാൻ പറയാം, ഇന്ത്യയിൽ പണ്ട് ദൈവത്തിന്റെ നാമത്തെ ഘോഷിച്ചവര് ധൈര്യത്തോടു കൂടി എവിടെയും പോയെന്ന് ചെയ്തിരുന്നവർക്ക് ഇന്ന് ഭയമുണ്ട് പലർക്കും. അതുകൊണ്ട് അവര് അവിടെയൊക്കെ ആ മേഖലയൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കോംപ്രമൈസ് ചെയ്തൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ദൈവത്തെക്കാട്ടി കൂടുതൽ ലോകത്തെ ഭയപ്പെട്ടു തുടങ്ങി എന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ 3 ബാലന്മാരുടെ കാര്യം പറയുമ്പോൾ എത്ര എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പൊ നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാന്ന്, എന്നിട്ട് ഞങ്ങളിപ്പോ തീച്ചുള ഇട്ട് കളയും, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാന്ന് ദേവൻ ആ ശദ്രക്കും മേശക അഭേദനും രാജൻ നെബൂഖദ്നേസരേ, ഇവിടെ വിളിക്കാൻ രാജാവേ എന്നല്ല വിളിക്കുന്നത്. രാജാവ് ഇങ്ങോട്ട് ഹല്ലേലൂയ ഒരു കൽപ്പന, ഞാനിപ്പോ നിങ്ങൾ വീട് ദിവസം ഇപ്പൊ ഞങ്ങൾ തീയിലിട്ടുകളെ. അപ്പൊ അവര് തിരിച്ചങ്ങോട്ട് നെബൂഖദ്നേസരേ എന്ന് തന്നെ പേര് വിളിച്ച് തന്നെയാണ് പറയുക, യാമേ ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. രാജാവ് എന്ത് പറഞ്ഞാലും ഇതിനകത്ത് ഇനി വലിയ മറുപടി ഇടുന്ന ആവശ്യമില്ല. നെബൂഖദ്നേസർ ഒരു കാര്യം കേട്ടോ, ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ, ഉത്തരം പറ ആവശ്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ വിടുവിക്കും. എരിയുന്ന തീച്ചുളയും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കില്ല. രാജാവ് തീർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കൽ എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. രാജാവിനോട് രാജ്യം ഭരിക്കാത്ത പ്രബലനായ രാജാവിനെ നെബൂഖദ്നേസർ കാരണം അവർ ഇസ്രായേലിനെ പോയി കൊണ്ടുവന്ന്, അതുപോലെ അവര് 3 പേരുടെ അവസ്ഥ, അവര് രാജ്യത്തെ അടിമകളായി പിടിച്ചിട്ടുണ്ടോ വെച്ചാൽ
ഒരു സ്വാതന്ത്ര്യമില്ലാത്ത നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യ നമ്മുടെ സ്വതന്ത്ര രാജ്യം, നമ്മളെ രാജ്യത്തിന്റെ പൗരന്മാരാണ്, നമുക്ക് അതിന്റെ അവകാശമുണ്ട്. ആ ഭരണഘടന പ്രകാരം നമുക്ക് ഏത് ദൈവത്തെ സേവിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് വേണം. ഇതിവിടെ അടിമകളായി പിടിച്ചുകൊണ്ട് വന്ന രാജാവിന്റെ കീഴിലുള്ള അടിമത്വത്തിൽ നിൽക്കുന്ന 3 പേരാ പറയുന്നത്, നെബൂഖദ്നേസരെ നീ എന്ത് പറഞ്ഞാലും അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ തീരുമാനത്തിൽ ഇനി ഒരു ചോദ്യം ഉത്തരവൊന്നുമില്ല. ഹല്ലേലൂയ. അവിടെ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഇനി ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ സേവിച്ച ദൈവം അത് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ, ഇനിയിപ്പോ ഞങ്ങൾ ഈ തീയിൽ ചൂളയിട്ട് അവിടെ ചത്തുപോയെന്നിരുന്നോട്ടെ, എന്നാലും ഞങ്ങള് ദൈവത്തെ വിട്ടിട്ട് ഇതിനെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് മരണത്തെ പോലും ഭയമില്ല. ഹാലേലിയ. കാരണം അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായി, മരണത്തിന്റെ അപ്പുറം നമ്മുടെ ദൈവം. നമ്മളിപ്പോ മരിച്ചാലും ഹാലേലിയ ആമേൻ, ആ ദൈവത്തെ വീണ്ടും മരിച്ച കർത്താവ് പറയുന്ന കണക്ക് ആമേ എന്താ പറയാ, ഈ ദേഹത്തെ കൊല്ലാൻ കഴിയുന്നതിനല്ല, ദേഹിയെ കൂടി ഹാലേലിയ ആ തീയിലേക്ക് തള്ളിയിടാൻ കഴിയുന്നതിന് ഭയപ്പെടണം. ഇവിടുത്തെ ഈ ലോകത്തിലെ എല്ലാം എന്തിനെ ഭയപ്പെടും? നമ്മുടെ ഈ ദേഹം ഈ കാണുന്ന ശരീരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാ പറയും. ഇവർ രാജാവിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ശരീരത്തെ ഇല്ലാതാക്കാൻ പറ്റും, പക്ഷെ ശരീരത്തിന് ഉള്ളിൽ അകത്തൊരു ആത്മാവുണ്ട്, അതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല. അതിനെ തീയിലേക്ക് ഇടാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ട. അതുകൊണ്ട് അവരിവിടത്തെ ഇവരുടെ ദൈവത്തെ ഇവരുടെ കൽപ്പനയെ ഭയപ്പെട്ടില്ല. കൽപ്പനകൾ പലതും വരും. നിങ്ങൾ അവിടെ പോയിട്ട് സുവിശേഷം പറയാൻ പാടില്ല. നിങ്ങൾ നമ്മളെ ഇന്ന് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലുണ്ടല്ലോ, സുവിശേഷം പറയാൻ പാടില്ല, മതപരിവർത്തനം ചെയ്യാൻ പാടില്ല. അതൊക്കെ മതപരിവർത്തനം ആരും ചെയ്യും, പക്ഷെ സുവിശേഷം പറയാന്ന്. ഇന്ത്യ 1947 സ്വതന്ത്രമായ ഇന്ത്യ നമ്മുടെ ഇന്ത്യ. അവിടെ മനുഷ്യന് സംസാരിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. അവന്റെ ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തെ എനിക്ക് പുകഴ്ത്തുവാനും ആരാധിക്കാനും ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. എന്നിട്ടും ഇന്ന് പലയിടത്തും അതിന് വിപരീതമായിട്ട് പല നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ ആ നിയമത്തെ ഭയപ്പെടുന്നവരെയും കാണുമ്പോൾ ഭയപ്പെടാത്തവരെയും കാണുന്നുണ്ടല്ലേ. ഇന്നും ധൈര്യത്തോടെ ആ നിയമം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ ധൈര്യത്തോടു കൂടി ദൈവത്തെ ഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പിടിക്കുന്നുണ്ട്, തടവിലിടുന്നുണ്ട്. തടവിലൊക്കെ കിടക്കുന്ന പലരും ചോദിച്ചു കഴിഞ്ഞാൽ അവർ തടവിൽ കിടന്ന് നമ്മളിവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവമേ അവരെങ്ങനെയും പുറത്തിട്ട് അവര് പറയുന്നത് അവര് അവിടെ കരഞ്ഞും നിലവിളിച്ചല്ല തടവിൽ കിടക്കുന്ന. തടവിൽ കിടക്കുമ്പോൾ അവർക്ക് ഇതുവരെ കിട്ടാത്ത ഭാഗ്യം എന്താന്ന് വെച്ചാൽ അതിനുള്ളിൽ കിടക്കുന്ന കുറെ ആൾക്കാരോട് സുവിശേഷം പറയാൻ പറ്റി. അതിനുള്ളിലേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് കയറി ചെന്ന് എന്തായാലും സുവിശേഷം പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ജയിൽ മിനിസ്റ്റർ ഒക്കെ ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒത്തിരി ഫോർമാലിറ്റീസ് അതിനുള്ളിൽ ഒന്ന് കയറിയിട്ട് സുവിശേഷം പറയണമെങ്കിൽ. പക്ഷേ എങ്കില് ഇവരെ ഈസി ആയിട്ട് ദൈവം അകത്ത് കൊണ്ടിരുത്തി അവിടെ കിടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരോട് യേശുക്രിസ്തുവിനെ പറയാം. അപ്പൊ അവരവിടെ സന്തോഷത്തോടെ അത് ചെയ്യുന്നത്. ഇവിടെ പുറത്ത് നമ്മൾ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കും, അവരെങ്ങനെയും പുറത്തോട്ട് ഇറക്കണേ, ദൈവം പുറത്തോട്ട്. ദൈവം പറയും അവരെ അവിടെ അയച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്. അത് കഴിയുമ്പോൾ തന്നെ അങ്ങ് പുറത്തു വന്നു. നമ്മൾ പ്രാർത്ഥിച്ചാലും ശരി, പ്രാർത്ഥിച്ചില്ലെങ്കിലും ശരി. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ മനോഭാവത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ, ഓരോ കാര്യങ്ങൾ നമുക്കത് ഭയങ്കര പീഡയാണല്ലോ, കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കും പല ആൾക്കാരും. അതിനുള്ളിൽ പോയിക്കുന്ന മിക്ക ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരവിടെ സന്തോഷത്തോടു കൂടി അവിടെയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. യഥാർത്ഥമായി ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിയേക്കുന്ന, ദൈവത്തിന് ഹൃദയം കൊടുത്തിറങ്ങിയേക്കുന്ന ആൾക്കാർക്ക് ജയിലിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അവർ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന, കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് അപ്പോൾ അവിടെയും പ്രയോജനപ്പെട്ടു, പുറത്തിറങ്ങി എവിടെയും പ്രയോജനപ്പെട്ടു. ഒരു ദിവസം പറയുന്നൊരു പൈശാചികം വണ്ണം ചോദിച്ചു, ഈ മനുഷ്യനെ എങ്ങനെ തോൽപ്പിക്കുക, എങ്ങനെ ഈ മനുഷ്യനെ ഒതുക്കാൻ പറ്റും? പുറത്തിറങ്ങി അവൻ സഭ പണി, അകത്തിറങ്ങി അവൻ ലേഖനങ്ങൾ എഴുതും. അപ്പൊ ഇവിടെ രണ്ടിടത്താണെങ്കിലും പുള്ളിയെ കൊണ്ട് പുറത്തു പൊട്ടി. പൈശാചികം വന്ന് തോറ്റു കുഞ്ഞം പടിയൊരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അവൻ എവിടെ കൊണ്ടിട്ടാലും കപ്പലിനെ കൊണ്ട് തകർത്തുകളെന്ന് വെച്ചാൽ കപ്പലിൽ നിന്നിട്ട് പറഞ്ഞ് ഒറ്റ ഒരെണ്ണം ഇതിനകത്ത് നശിച്ചു പോകത്തില്ല. ഞാൻ ആലോചിക്കായിരുന്നു 278 പേരെ കണ്ടുണ്ടായിരുന്നല്ലേ കപ്പലില്. അവരോട് ആര് പൗലോസിന് ധൈര്യത്തോടെ എഴുന്നേറ്റുന്ന, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, നിങ്ങളുടെ ആരുടെ ജീവന് ഹാനി വരത്തില്ല. കപ്പല് തകർന്ന് എല്ലാവരും കടലിനുള്ളിൽ പോയി. അവിടുന്ന് പക്ഷേ ഒരെണ്ണം പോലും അതിൽ നശിച്ചു പോയില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി. അപ്പൊ അതിനകത്ത് വന്നേക്കുന്ന ഒരു കാര്യം അതിനകത്ത് എഴുതിയിട്ടില്ല, ഞാൻ ചോദിക്കാം. അവർക്ക് മനസ്സിലായി ഇവൻ പന്റെ ദൈവമാണ്, യഥാർത്ഥ ദൈവം എന്ന്. ഞാൻ പറയുന്നത് അതിലുള്ള സകല ആൾക്കാരും വിശ്വാസികളായി കാണും. കാരണം അവര് പോലും പ്രതീക്ഷിച്ചില്ല, അവര് പോലും തകർന്നു പോകുന്നു തോന്നിയ മേഖലയിൽ അവരുടെ ആടെ ജീവന് ഹാനി വരാതെ അവരെല്ലാം രക്ഷിച്ച ദൈവം. എങ്ങനെ രക്ഷിച്ച്? പൗലോസിന്റെ ദൈവം ഞങ്ങൾ രക്ഷിച്ചെന്നേ പറയത്തുള്ളൂ.
ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ദൈവത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ കിട്ടിയ അവസരം പൗലോസിന്. ഹല്ലേലൂയ. പൗലോസിന്റെ ധൈര്യം, പൗലോസ് നമ്മളാണെങ്കിൽ ഇന്ന് ആമേ ചെതറി കാറ്റടിച്ച് തകർന്നു പോകാൻ പോകുന്ന വെളിച്ചം പോലും കാണാതിരിക്കുന്ന അവസ്ഥ നിൽക്കുന്നത് കപ്പലിലൊക്കെ നമ്മളോട് നിന്നുകൊണ്ട് കർത്താവ് പറയുമ്പോൾ നമ്മൾ പല ഫ്ലൈറ്റ് നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഫ്ലൈറ്റ് ഇപ്പൊ നിയന്ത്രണമൊക്കെ വിട്ട് ആടി ഉടനെ ചാടി തുള്ളിയൊക്കെ കട്ടറിലൊക്കെ വീണ് പോകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ആരും പേടിക്കണ്ട കേട്ടോ, ഇതിൽ നിന്ന് ഒരാളുടെ ജീവന് പോലും ബുദ്ധിമുട്ട് ഉണ്ടാകും, എന്റെ ദൈവം എന്റെ കയ്യിൽ തന്നേക്കാന്ന് പറഞ്ഞാൽ ആ ഒന്നിയോട്ടിരിക്കുന്നവർക്ക് എനിക്ക് വട്ടാതിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പറയാനായിട്ട് ബോധം ഉണ്ടാകുന്നില്ല, നമുക്ക് ധൈര്യം ഉണ്ടെന്ന് നമുക്ക് ധൈര്യം ഉണ്ടാകത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്രയും നമ്മൾക്ക് അത്ര പൗലോസിന്റെ അത്ര ഉറപ്പില്ലാത്ത ആൾക്കാരാണ്. പക്ഷേല് ഇവിടെ പൗലോസ് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഒരു സംഭവത്തിൽ തകർന്നു ഇന്ന് മരിച്ചു പോകും, മരണത്തെ മുഖാമുഖം കണ്ടെന്ന് പറയുന്ന ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ കാര്യം കേട്ട് അതുപോലെ എല്ലാ ആൾക്കാരും രക്ഷപ്പെടുകയാണെങ്കിൽ അവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവന്റെ ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകതയുള്ള ദൈവം, ഇവന്റെ ദൈവം വാക്ക് പറഞ്ഞ മാറാത്ത, ഇവന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ്, മറ്റുള്ള ദൈവങ്ങളെ പോലെ അല്ലാന്ന് മനസ്സിലായ അവരും വിചാരിക്കും ഹല ഈ ഒരു ദൈവം മതി ഞങ്ങൾക്കെന്ന് ആമി പല. അപ്പൊ ഞാൻ അങ്ങനെ അതിലുള്ള സകല ആൾക്കാരും പൗലോസിന്റെ കൂടെ പൗലോസിന്റെ ദൈവത്തെ പേടിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ദൈവത്തെ ആരും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവത്തെ ഭയപ്പെടും. നമ്മുടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നീ ആരാധിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയാൻ പറയേണ്ട കാര്യമില്ല. അവിടെ ഇന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആരെയും ഭീഷണിപ്പെടുത്തും, പക്ഷെ ആരാധിക്കരുതെന്നും പറഞ്ഞ ആൾക്കാർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അല്ലേ? ഈ ദൈവത്തിന്റെ പിന്നാലെ പോകരുത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിയമങ്ങളും ഉണ്ട്. പക്ഷെ ഈ ദൈവത്തിന്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞിട്ട് ആരും ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്നില്ല. അവർ സ്വയമേ വരുന്നതെന്നല്ല. ഈ ഇരിക്കുന്ന ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ ദൈവത്തിലേക്ക് വന്ന് അത് സ്വന്തമായിട്ട് തീരുമാനിച്ച് ഉറച്ചിറങ്ങിയതാണ് എല്ലാവരും പക്ഷേല് അങ്ങോട്ട് പോകരുത് പറയുന്നത് പലരും ഭയപ്പെടുത്തുന്നുണ്ട്. ആമീൻ. പോകാൻ പാടില്ല, ആമീൻ. സുവിശേഷം പറയാൻ പാടില്ല, ബൈബിൾ എടുത്തിട്ട് നടക്കാൻ പാടില്ല, ആ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണികളുണ്ട്, നിയമങ്ങളും ഭീഷണികളൊക്കെ കൊണ്ടുകൊണ്ട് വരുന്നു. പക്ഷെ ഇതൊന്നും ഹല്ലേലൂയ അവിടെ പ്രാബല്യത്തിൽ വരുത്തില്ല എന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വീഡിയോ ചെയ്തു, ഒരു ദൈവദാസൻ, ഒരു പ്രവാചകൻ നമ്മുടെ ഇന്ത്യൻ ഭരണം വരാൻ പോകുന്നതിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. അദ്ദേഹം 1-ാം തീയതി പ്രവചിച്ചാണ്, പക്ഷെ 4-ാം തീയതിക്ക് ശേഷം അതല്ല അതുപോലെ സംഭവിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മഹാരാഷ്ട്ര ഭയങ്കര ആഭ്യന്തര മഹാരാഷ്ട്രയില് ജനങ്ങൾ എന്താ പറഞ്ഞത്, അവരെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയില്ല ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചെന്ന് പറഞ്ഞ് കോലം വരെ കത്തിച്ചു തുടങ്ങി. ഹല്ലേലൂയ. കാരണം അത്രത്തോളം കാര്യങ്ങൾ മുൻപോട്ട് നടക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ദൈവത്തിന് കൃത്യമായും വ്യക്തമായും പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. ഹല്ലേലൂയ. ഒരാളെ കയറ്റുമ്പോഴും അവര് ഇറക്കണമെന്നും ദൈവം എപ്പോ എഴുതി വെച്ച ആ സമയത്ത് ഇപ്പൊ എത്രയൊക്കെ കൂട്ടുപിടിച്ച് ആരെയൊക്കെ കൂട്ടുപിടിച്ച് ആ കസേരയിലോട്ട് കയറി ഇരുന്നെന്ന് പറഞ്ഞാലും ദൈവം വിചാരിക്കാൻ താഴെ ഇറങ്ങി പറ്റത്തു. അത് ദൈവം മുന്നമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ദിവസത്തെ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അത്രയും ദിവസത്തേക്ക് നമ്മുടെ ദൈവമാണ് അവരെ ആ കസേരയെ കയറ്റി ഇരുത്തുന്നു മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവം പറയുന്ന നേരത്തെ കുറിച്ച് വെച്ച ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റും ആ ഡേറ്റിൽ ആ മണിക്കൂറിൽ ആ മിനിറ്റിൽ ആ സെക്കൻഡിൽ പുള്ളി താഴെ ഇറങ്ങിയിരിക്കും. അത് നമ്മളിവിടെ കിടന്ന് ബഹളം വെക്കുക ഒന്നും വേണ്ട. ഹല്ലേലൂയ. അത് ദൈവം മുന്നമേ ഹല്ലേലൂയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം, നെബൂഖദ്നേസറിനെ എങ്ങനെയാണ് അവിടെ കയറിയിരുന്നിട്ട് അയ്യോ ഈ മഹദിയാം ബാബിലോൺ, ഈ നെബൂഖദ്നേസർ തന്നെയാണ് ഇതിനകത്ത് ദാനിയേലിന്റെ പുസ്തകത്തിന് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലയോ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ആള് കാട്ടിലെത്തി. ഹല്ലേലൂയ. ആമേൻ. പുല്ല് തെറ്റിച്ച് ഹല്ലേലൂയ. അവിടുന്ന് എന്നിട്ട് ആ സർവശക്തനായ ദൈവത്തിന്റെ മുകളിലേക്ക് നോക്കി ആ ദൈവത്തെ ഹല്ലേലൂയ എന്താ പറയാ, ആ ദൈവം ആരാണെന്ന് മനസ്സിലായപ്പോ തിരിച്ച് വീണ്ടും വന്നു. അതുകൊണ്ട് അഹങ്കാരത്തോട് അഹങ്കരിച്ച് ഹല്ലേലൂയ അങ്ങോട്ട് പോയിട്ട് നെഗളികളെ ദൈവം താഴെ ഇറക്കും. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ നെകളത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ദൈവം നല്ല അടി കൊടുക്കും. ഇപ്പം ശരിക്കും അതൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെയൊക്കെ തുടക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടി കൂടാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറയത്തില്ല. അതാണ്. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. ഹല്ലേലൂയ. ആരും പ്രാർത്ഥിച്ചവരാരും നിരാശപ്പെടണ്ട. ഹല്ലേലൂയ. അതിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പൊ അഹങ്കരിക്കുന്നവർക്കെല്ലാം നെഗളികൾക്കെല്ലാം ഹല്ലേലൂയ അത്
പ്രത്യേകിച്ച് ചില പ്രസ്താവനകൾ അല്ല, അത് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ ദൈവമേ ഇത് അടി കിട്ടാനുള്ളത് ആരംഭമാണല്ലോ, കാരണം ഞാൻ ദൈവം എന്നെ അയച്ച വ്യക്തിയാണ്, ഞാൻ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പറയുമ്പം അത് പറയുന്നത് സൂക്ഷിച്ചു വേണം കാരണം സർവശക്തനായ ദൈവം ആരെങ്കിലൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാതെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും. പറഞ്ഞ് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ ദൈവം അയച്ചു എന്ന് ഞാൻ എൻ്റെ അടുത്ത് പോയി കൊട്ടിഘോഷിക്കുമ്പോഴല്ല ദൈവം അയച്ചു തരുന്നത്, അല്ലെ ദൈവം അയച്ചതാണെങ്കിൽ ദൈവം അത് തെളിയിക്കും. ആമേൻ, ഹാലയ. എന്റെ ദൈവം അത് തെളിയിക്കും. ഹാലയ. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറയുന്ന ഗമാലിയ ഒക്കെ പറയുന്ന പോലെ ഇവരെ ഹാലയ ഇത് ദൈവത്തിൻ്റെതാണെങ്കിൽ ഇത് ആരെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അത് മനുഷ്യന്റെ നിർമ്മതയാണ്. ഇത് അങ്ങ് പൊക്കോളും, തന്നെ പൊക്കോളും, നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹാലെ. എന്തുകൊണ്ടാണ് ഇന്ന് ഈ സുവിശേഷം ഇന്നും ഇത്രത്തോളം പ്രതികൂലം ഉണ്ടായിട്ടും ഇത് ഹാലേലി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു? ഓരോ ദിവസം കഴിയുന്ന ശക്തിയോട് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? ഇത് തുടങ്ങി വെച്ചത് മനുഷ്യനല്ല, ഇത് ദൈവം ആരംഭിച്ചതാണ്. ഹാലേലിയ. ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ദൈവം തുറന്ന വാതിലാണ് സുവിശേഷത്തിന്റെ വാതിലെങ്കിൽ ഈ ലോകത്ത് ആർക്കും അത് അടയ്ക്കാൻ കഴിയില്ല. എത്രയൊക്കെ അടയ്ക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അല്ല അന്ന് തുടങ്ങി ഇത് വ്യാപരിച്ചു തുടങ്ങിയ സമയം തുടങ്ങി അടയ്ക്കാനായിട്ട് അന്ന് മാറി വന്ന ഭരണാധികാരി വലിയ പവർഫുൾ ആയിട്ട് റോമൻ സാമ്രാജ്യം പോലും ശ്രമിച്ചിട്ടും ഇന്ന് വരെ അതിന് അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിനെ അടയ്ക്കാൻ ആർക്കും കഴിയും. കാരണം ഇത് തുറന്ന ദൈവമാണ്. എത്ര ശക്തമായ എതിർപ്പ്. അപ്പൊ ദൈവമല്ല തുറക്കുന്ന, ദൈവത്തിൻ്റെതല്ലാത്ത എല്ലാം നശിച്ചു പോകും. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒരാളെ അയച്ചെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല, ദൈവം അത് തെളിയിക്കും, ഞാൻ അയച്ച വ്യക്തിയാണ് തന്നു. ഹാലേലി. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ഓരോരുത്തരെയും ദൈവമായിട്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഹാലേലി. അല്ല മനുഷ്യൻ കൊട്ടിഘോഷി നടന്നിട്ട് ഞാൻ ദൈവത്തിന്റെ അപ്പൊ അവിടെ നിന്ന് വന്നതാണ്, ദൈവം എന്നെ അയച്ചാണ്, ഭൂമി സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നൊക്കെ പറഞ്ഞാലൊന്നും അതൊന്നും നടക്കത്തില്ല. ഹാലേ. അതൊന്നും നിലനിൽക്കത്തില്ല. ഹാലേലിയ. ഇവിടെ എന്നിട്ട് ചൂട വീണ്ടും ആ ചൂട് പിടിപ്പിച്ചതിനെ കാട്ടി പതിവായിട്ട് 7 മടങ്ങ് പതിവായി ചൂട് പിടിപ്പിച്ചതിനെ കാട്ടി ചൂട്. അപ്പൊ നെബൂഖദ്നേസർ കോപം ശദ്രക്കിന്റെ മേശയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാഗം അത് ചൂട് പതിവായി ചൂട് പിടിപ്പിച്ച് 7 മടങ്ങ് ചൂട് അവൻ കൽപ്പിച്ചു. അപ്പൊ ആ ദേഷ്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 3 മനുഷ്യരോട് എന്താ ആ രാജ്യത്തെ പ്രബലനായ രാജാവ്, ആ രാജ്യത്തിൽ നിന്നല്ല, അന്ന് എല്ലാ സകല രാജ്യങ്ങളും ഭയപ്പെടുന്ന രാജാവാ ഈ 3 പിള്ളേരുടെ മുമ്പിൽ നിന്നിട്ട് കോപിക്കുക. കാരണം അവര് ഉള്ളിന് പുല്ല് വില പോലും വെച്ചിരുന്നാണ് പറയാനായിട്ട്. അതാണ് ദൈവം ഉള്ളിലുള്ളവന്റെ പവർ. അതാണ് ദൈവത്തിന്റെ ദൈവം ഉള്ളിലുള്ളവൻ, സത്യദൈവത്തെ അറിയുന്നവൻ ഈ ലോകത്തിന്റെ എന്ത് ശക്തി മുമ്പ് വന്നു നിന്നാലും അവൻ ഭയപ്പെടത്തില്ല. അപ്പം രാജാവിന് ദേഷ്യം കോപം വന്നിട്ട് 7 മടങ്ങി എന്നിട്ട് അവരെ തീച്ചൂളി എറിയുവാൻ കൽപ്പിച്ചു. എന്നിട്ട് അവരെ ബന്ധിച്ച് തീച്ചൂളി എറിഞ്ഞു കളഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം ഭാഗമൊക്കെ. എന്നിട്ട് അവരെ എടുത്തോണ്ട് പോയവരൊക്കെ ആ തീച്ചൂളയുടെ ആ ചൂട് കാരണം കത്തി നശിച്ചു. എന്നിട്ട് ഇവരെറിഞ്ഞു കഴിഞ്ഞപ്പോ സംഭവിച്ചത് നെബൂഖദ്നേസർ ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റു. എറിയാൻ കൽപ്പിച്ച രാജാവ് പക്ഷെ രാജാവ് ഭ്രമിച്ച് ഇരുന്ന കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ്. കാരണം രാജാവ് നോക്കുക 3 പേരെ അകത്തേക്ക് കിട്ടുന്നത് 4 പേരെ അതിനകത്ത് നടക്കും. അതോ തീപ്പൊള്ളൽ ഒന്നും വെക്കാം. അതായത് 4-ാമത്തെ രൂപം ഒരു ദൈവദൂതൻ ദൈവപുത്രന്റെ പോലെ ഇവിടെ എഴുതിയേക്കുന്ന ദൈവപുത്രൻ ഒത്തിരിക്കും. ദൈവപുത്രൻ അന്ന് വരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാലും ആരും കണ്ടിട്ടുമില്ല. പക്ഷേ ഇവിടെ പറയാൻ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നത് ഹാലേലി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപാട് പ്രസംഗിച്ചതും കേട്ടതും ഒക്കെയാണ്. അവിടെ എന്നിട്ട് പറഞ്ഞത് അവര് അകത്തോട്ടിടാൻ കൽപ്പിച്ച രാജാവ് തന്നെ വിളിക്കുക പുറത്തേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. കാരണം അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ ശദ്രക്കെ മേശക്കെ അബേദ്നെഗോയെ പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അകത്തേക്ക് ഇടാൻ ഉത്തരവ് കൊടുത്തവൻ നിന്ന് വിളിച്ചവരെ പുറത്തേക്ക് വരാൻ. കാരണം അത്രത്തോളം ഭ്രമിച്ചു പോയി. രാജാവ് പേടിച്ച് വിറച്ചു പോയി. അങ്ങനെ അവര് പുറത്തു വരുന്നതായിട്ട് നമുക്ക് എന്നിട്ട് അവര് പറയുന്നത് അവിടെ എല്ലാരെയും വിളിച്ചു വരുത്തി പുള്ളി പരിശോധിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് അവരുടെ പടച്ചട്ടയ്ക്കോ ചെരുപ്പിനോ ആ തലമുടിക്കോ പോലും ഒരു തീയുടെ മണം. നമുക്ക് എല്ലാവർക്കും മുടിയൊക്കെ എത്ര പെട്ടെന്നാ തീയുടെ ആ ഒരു അടുത്തൂടെ ഒന്ന് പോയാൽ മുടി കത്തും അല്ലേ? നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാകും. കാരണം വെച്ചാൽ തീയുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഈവൻ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് അയക്കൊണ്ടൊന്ന് പോയി ഒന്ന് ആ അടുത്തൂടെ പോയി അപ്പൊ കരിയുന്ന മണം വരാൻ പറ്റും. എന്നിട്ട് ആ തലമുടിക്ക് പോലും തീയുടെ ഒരു മണം പോലും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ആൾക്കാരെയൊക്കെ വിളിച്ച് പരിശോധിപ്പിക്കുക. കാരണം എല്ലാരെയും വിളിച്ച് നിർത്തി ഇത് സാക്ഷ്യപ്പെടുത്തുക ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ സകല ആൾക്കാരെ വിളിച്ച് സാക്ഷ്യപ്പെടുന്നിട്ട് അടുത്തത് നെബൂഖദ്നേസർ പറയുന്ന ഒരു കാര്യം കൂടെ വളരെ ശ്രദ്ധേയപൂരമാണ്. കാരണം ചെന്നിട്ട് പറയുന്ന ഹല്ലേലൂയ. എന്നിട്ട് ശദ്രക്കിന്റെ മേശ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ.
തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്യാതിരിക്കുന്ന രാജകൽപ്പന മറുത്ത് തങ്ങളെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ദാസന്മാരെ തവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ അവരുടെ ദൈവമാണ് ഹാലലിയ വാഴ്ത്തപ്പെട്ട് എന്നുവെച്ചാ അവൻ പുകഴ്ചയ്ക്ക് സ്തോത്രത്തിനൊക്കെ യോഗ്യൻ, വാഴ്ത്തുവാൻ യോഗ്യനായ ആ ദൈവം ഇവരുടെ ദൈവം മാത്രമേ ഉള്ളൂ. കാരണം എന്നിട്ട് ഇവരെന്തോണ്ടാ സ്വന്തം ദൈവത്തെ ഭയപ്പെട്ട് രാജാവിന്റെ കൽപ്പനയെ പോലും മറുത്ത് കളഞ്ഞ് ഇവരെ ദൈവം ഇറങ്ങി വിടുവിച്ചു. അതാണ് ഇവരുടെ ദൈവത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ ദൈവത്തെ നമ്മൾ വെറുതെ അങ്ങ് വല്ലവരും പറഞ്ഞു കേട്ട ദൈവത്തെ, വല്ലവർക്കും വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെ അല്ല നമ്മൾ ആരും ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഹാലേലിയ. ഇന്നും നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് അല്ലെ. ഇനി ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥന ചിലപ്പം പ്രാർത്ഥനയ്ക്ക് മറുപടി ഒന്നും വന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ദൈവത്തെ തലക്കളഞ്ഞിട്ട് ഓടിപ്പാനും പറയും. ഇവിടെ ചന്ദ്രക്കും മേശയും പറഞ്ഞു ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലേലും വേറെ ഒന്നിന്റെ പിന്നാലെ ഞങ്ങൾ പോത്തില്ല കേട്ടോ. ചിലർ കാര്യസാധ്യത്തിന് അടിയ പോലെ പണ്ടൊരു അമ്മച്ചി എന്നോട് എറണാകുളത്തുള്ള അമ്മച്ചി പറഞ്ഞാണ്, പുള്ളിക്കാരി ബ്ലെസ്സിങ് ടുഡേയിൽ പോകുന്ന മെമ്പറാണ്. അപ്പൊ അതിന് ഞാൻ ചോദിച്ചു, ആന്റി എത്ര നാളെ വിശ്വാസം? ഞങ്ങൾ 10-15 വർഷത്തോളം വിശ്വാസം വന്നു പറഞ്ഞ ആന്റി ഒരു എന്നെ കണ്ടോ പറഞ്ഞ മോളെ മാതാവിനെ ഞങ്ങൾ വിട്ടുകളയൊന്നും വേണ്ട കേട്ടോ, കാര്യം സാധിക്കാണ് മാതാവ് നല്ലത്. ഞാൻ ആന്റീനെ ഒന്ന് നോക്കി, കാരണം എന്നിട്ട് ഞാൻ പെട്ടെന്ന് എടുത്ത വായില്ല ആന്റി എത്ര നാളെ ആന്റി വിശ്വാസം? ഒരു 10-15 വർഷത്തോളം ആകുന്നു. ഞാൻ പറഞ്ഞു നല്ലത്. ഞാൻ വിശ്വാസി എന്നിട്ട് 1 വർഷമായി വിശ്വാസി അന്ന് ഹാലലിയ. എന്റെ മനസ്സിൽ അന്ന് 1 വർഷമായി വിശ്വാസി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അന്ന് ഹാലലിയ. നമുക്ക് കാര്യസാധ്യതയും ഏറ്റെടുത്തേക്ക് പോകണമെന്നുള്ള കാര്യം. പക്ഷെ ഇന്നും വിശ്വാസം ഇരിക്കുന്ന പലരുടെയും ഉള്ളിൽ ഇതാണ് കാര്യം. പക്ഷെ ഇവിടെ ഹാലലിയ ഇവിടെ ശത്രുക്കും മേശയ്ക്ക് അപ്പോൾ പറയുന്നതാണ് ഇനിയിപ്പോ ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ രാജാവിന്റെ കയ്യിൽ നിന്ന് തിരിച്ചുള്ളത് വിടുവിക്കാതിരിക്കും. പക്ഷെ ഞങ്ങൾ വേറൊന്നിന് മുമ്പിലോട്ട് പോയിട്ട് നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ. അതുപോലെ ആയിരിക്കണം നമ്മൾ. നമ്മുടെ ദൈവം നമ്മളിപ്പോ പ്രാർത്ഥിച്ച ഉടനെ ATM കാർഡ് പോലെ പലർക്കും ഇന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അപ്പൊ തന്നെ മറുപടി ലഭിക്കുന്നത് പലരുടെയും ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറയാം, ഇപ്പൊ തന്നെ നമ്മുടെ ഭരണത്തിന്റെ കാര്യം നോക്കുമ്പോ 10 വർഷമായിട്ട് ദൈവജനം പലരും കിടന്ന് പ്രാർത്ഥിച്ച് ഇയാളെ ഇറക്കണേ. ഇതുവരെ ദൈവം ഇറക്കിയിട്ടില്ല. കാരണം ദൈവം ഇറക്കി കഴിഞ്ഞ് പിന്നെ ഒരിക്കലും അവൻ അങ്ങോട്ട് കേട്ടാത്ത രീതിയിൽ ഇറക്കത്തുള്ള ഒരാൾ. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശാശ്വത പരിഹാരമായിരിക്കും. പിന്നെ ഒരിക്കലും അതിലേക്ക് കയറിയ മോനെ ഇവിടെ നിരുന്നോന്ന് പറയോ എനിക്ക് വേണ്ടെന്ന് പറയുന്ന രീതിയിൽ തന്നെ ഇറങ്ങത്തുള്ളൂ. ഹാലേലിയ. അതുപോലെ ഹാലേലിയ. അല്ലാതെ നമ്മൾ പറയുന്ന കണക്ക് പെട്ടെന്ന് ഇറക്കിയിട്ട് പിന്നെയും കയറ്റിയപ്പോ ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്താൽ അത് ശാശ്വതമായിരിക്കും. ആ പരിഹാരം ശാശ്വത പരിഹാരമായിരിക്കും. ഒരു രോഗത്തിൽ നിന്ന് വിടുവിച്ചത് ദൈവം വിടുവിച്ചത് ഹാലേലിയ വിടുവിച്ചത് തന്നെയായിരിക്കും. ഹാലേലിയ. ഒരു പ്രശ്നത്തിൽ ദൈവം വിടുവിച്ചത് തന്നെയായിരിക്കും. ഹാലേലിയ. അവിടെ പിന്നീട് അത് നമ്മുടെ മേലോട്ട് വരുമെന്ന് വിചാരിക്കില്ല. അതുപോലെ ദൈവം പരിഹരിക്കുമ്പോൾ ശാശ്വതമായിട്ടേ വരും. അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ദീർഘക്ഷമയോട് കാത്തിരിക്കണം. ചിലതിനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് നടക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. അതുപോലെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ദൈവം അവർ തീച്ചുള ഇടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ രാജാവിനോട് പറഞ്ഞിട്ട് വിടുവിക്കാറ്. പക്ഷെ വിടുവിച്ചില്ല. തീച്ചുള എറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ദൈവം അവരെ വിടുവിക്കുന്ന. അപ്പൊ തീച്ചുളയിലൊക്കെ കയറി പോകേണ്ട അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിലേക്ക് ചിലപ്പോൾ എറിയപ്പെടുന്ന അവസ്ഥയിലൂടെ നമ്മൾ പോയെന്ന് വരും. പക്ഷെ അവിടെ നിങ്ങൾ ഭയപ്പെടുന്നത് കാരണം നമ്മുടെ ദൈവം ദൈവത്തിന്റെ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല. ഇവിടെ കാരണം നമുക്ക് അതല്ലേ നമ്മൾ പറയാന്നല്ലേ നമ്മുടെ ദൈവം ശക്തനല്ലേ. സകല ഹൃദയത്തോട് രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കൈ നീർത്തോട് കണക്കെ ഇരിക്കുന്ന രാജാവിന്റെ ഹൃദയത്തെ അങ്ങോട്ട് അവരെങ്ങോട്ട് എറിയണമെന്ന് വിചാരിച്ചിട്ട് വേണ്ട ഇവർ ദൈവത്തിന്റെ മക്കളല്ലേ ഇന്ന് എറിയണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടുവിച്ചെങ്കിൽ അവരെ ആ തീച്ചുള ഇടാതെ അവരെ വിടുവിച്ചെങ്കിൽ ഇന്ന് നമ്മൾ ഈ വചനം ഇവിടെ ഇത്രത്തോളം ശക്തമായിട്ട് സംസാരിക്കുമോ? ഇല്ല. കാരണം ഇത്രത്തോളം കൂടി നിന്ന് ആ രാജ്യത്തിൽ ഈ വീണ് നമസ്കരിച്ച സകല ജനത്തിന്റെ മുമ്പിൽ ഈ ദൈവത്തെ വെളിപ്പെടുത്താൻ അവർക്ക് പറ്റുമായിരുന്നു? ഇല്ല. ഈ ഇടാനങ്ങോട്ട് കൽപ്പിച്ച രാജാവ് തന്നെ തിരിച്ചു പറയാണ് ഈ ദൈവമായിട്ട് യഥാർത്ഥ ദൈവം കേട്ടോ. കാരണം ഹാലേലിയ ആ തീച്ചുളയിൽ നിന്ന് ഇറങ്ങി വിടുവിക്കാൻ കഴിയുന്ന ദൈവം ഇവരുടെ ദൈവം തന്നെ യഥാർത്ഥ ദൈവം. അതുകൊണ്ട് അവർ ആ സ്വന്തം ശരീരത്തെ പോലെ ഏൽപ്പിച്ചു കൊടുക്കാൻ കാണുന്ന ധൈര്യം. എന്നിട്ട് ഈ ദൈവത്തെ വീണ്ടും പറയുന്ന മറുത്തു തങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കരുത്. തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായകൊണ്ട് ഒന്നിനെ കൊണ്ടു നിർത്തിയിട്ട് വീട് നമസ്കരിച്ചില്ലെങ്കിൽ തീച്ചുള എറിയെന്ന് പറഞ്ഞ കൽപ്പന പ്രവൃത്തി ദൈവം പുള്ളിക്ക് രാജാവ് പറയാണ് ഇങ്ങനെ വിടുവിക്കാൻ കഴിയുന്ന വേറൊരു ദൈവം ഇല്ല.
പുള്ളിയുടെ ദൈവത്തിനും പറ്റത്തില്ലെന്ന് പുള്ളിക്ക് അറിയാം. പുള്ളി സ്വർണം കൊണ്ടൊക്കെ ഉണ്ടാക്കി ചുമന്നുകൊണ്ട് നിർത്തി അല്ലെ ആൾക്കാരെ എല്ലാം ഭീഷണിപ്പെടുത്തി നമസ്കരിപ്പിക്കുന്ന ആ ദൈവത്തിന് അങ്ങനെ വിടുവിക്കാൻ കഴിയത്തില്ല എന്ന് തന്നെ രാജാവിന് ഉറപ്പുണ്ട്. അങ്ങനെ വിടുവിക്കാൻ കഴിയുന്ന ഇത് മാത്രമേ ഉള്ളൂ. അല്ലെ വിടുവിക്കാൻ കഴിയുന്ന വേറ്റൊരു ദൈവം ഇല്ലായതുകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെ അഭേദക്കും ദൈവത്തെ വിരോധമായ വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കും, അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്രോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഹാലെ അപ്പൊ രാജാവ് തന്നെ പറഞ്ഞ് ഇതുപോലൊരു ദൈവം ഇനി ലോകത്തിൽ വേറെ ഇല്ല. അതുകൊണ്ട് ഈ ദൈവത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഹാലെ അവനെ കഷ്ണം കഷ്ണമായിട്ട് ഹാലെ ആമെ കട്ട് ചെയ്ത് കളയുന്ന മാത്രം അവന്റെ വീട് തന്നെ ഉപ്പക്കുന്നെ ആക്കുമെന്ന് പറഞ്ഞു. ഹാലെ അങ്ങനെ ഒരു അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെ വന്നു ചോദിച്ചാൽ ഈ 3 പുരുഷന്മാർ മുഖാന്തരം. അപ്പം ഇവിടെ അവരുടെ ദൈവം എന്താണെന്ന് ദൈവത്തിന്റെ ആദ്യം നമുക്ക് വെളിപ്പെടുത്തി. നമ്മുടെ ദൈവം ആരാണെന്ന് ദൈവം തെളിയിച്ചു. നമ്മുടെ ദൈവം ആരാണ് തെളിയിച്ചപ്പോൾ ആ ലോകത്തിന്റെ ദൈവത്തെ ഉണ്ടാക്കി കൽപ്പന പ്രഭുച്ച അതേ മനുഷ്യനെ വായിക്കൊണ്ട് തന്നെ പറഞ്ഞു ഇതുപോലെ ദൈവം വേറെ ഇല്ല. അതുകൊണ്ട് ആ ദൈവത്തെ ഹാലേലിയ ആരും ഒന്നും പറയാൻ പാടില്ല. ഇന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ ദൈവത്തെ കുറിച്ചും ഇതുപോലെ തന്നെ പലരും ഇന്ന് അതിനെ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി സുവിശേഷം പറയരുതെന്നോ ആ ദൈവത്തിന്റെ പിന്നാലെ പോകരുത് പറയുന്ന ആൾക്കാരുടെ വായ കൊണ്ട് തന്നെ ദൈവം പറയിക്കും ഈ ദൈവത്തെ പോലൊരു ദൈവം വേറൊരു ദൈവം ഇല്ല, ഇതാണ് യഥാർത്ഥ ദൈവം എന്ന് അങ്ങനെ ചിലരൊക്കെ വായ കൊണ്ട് പറയാൻ കാലമായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കത് കേൾക്കാം. ഹാലേലിയ ഇന്ന് ഈ ദൈവത്തിന്റെ പേരെ ഈ ദൈവത്തിന്റെ ഹാലേലിയ സുവിശേഷത്തെ ശക്തമായി എതിർക്കുന്ന പലരും ഹാലേലിയ ഇതിനുവേണ്ടി പോയവരെ കൊന്നു കളയണമെന്ന് പറഞ്ഞ് ആൾക്കാരെ ഇളക്കി വിടുന്ന പലരും ഈ ദൈവം മാത്രമേ ഉള്ളൂ യഥാർത്ഥ ദൈവം, ഈ ദൈവത്തിന് മാത്രമേ വിടുവിക്കാൻ കഴിയുള്ളൂ, ഈ ദൈവം മാത്രമേ ജീവനുള്ള ദൈവമുള്ളൂ, ഇതാണ് സത്യദൈവം എന്നും പറയുന്ന കാലം വിദൂരമല്ല. നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. കാരണം നമ്മുടെ ദൈവം ഇന്ന് വരെ മറ്റൊരാള് ഹാലേലിയ ദൈവത്തിന്റെ മക്കളുടെ ഹാലേലിയ മുമ്പിൽ ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിന് ആ ദൈവം നമുക്ക് വേണ്ടി തെളിയിക്കും. ഹാലേലിയ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ പഴയ നിമിത്തം ഒരു ഭാഗം വെച്ചപ്പോ യുദ്ധം യഹോവയ്ക്കുള്ളത്, നിങ്ങളൊക്കെ മിണ്ടാതിരുന്നാൽ മതി. ഹാലേലിയ നിങ്ങൾ ആരോട് യുദ്ധം ചെയ്യാനൊന്നും പോണ്ട കേട്ടോ. നിങ്ങള് മിണ്ടാതെ അവിടെ ഇരിക്കുക. യുദ്ധം എനിക്കുള്ളതാ. ഹാലേലി ഞാൻ ചെയ്യും അത്. ഞാൻ തെളിയിക്കും ആരാന്ന് ദൈവം പറഞ്ഞെങ്കിൽ. എന്റെ ദൈവത്തിനാണുള്ള ശക്തിയുണ്ട്, മഹത്വമുണ്ട്. ആ ദൈവം ആരാണ് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. അല്ലെങ്കിൽ അതിനുവേണ്ടി ആരോടും പോയി തർക്കിക്കൊന്നും വേണ്ട. നമ്മുടെ ദൈവം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള ഓരോരുത്തരെ നിങ്ങൾ വിചാരിച്ചു ഹാലേലിയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഇന്ന് നമ്മൾ എതിർത്ത് നിന്ന ആൾക്കാരുടെയൊക്കെ എതിർപ്പുള്ള ശക്തി കുറഞ്ഞു വരുന്ന കാരണം അവർ മനസ്സിലാക്കാൻ തുടങ്ങും. ഓരോ ദിവസം കഴിയും തോറും ഇതാണ് ശരിയെന്ന്. ഹാലിയ ആ ശരി എപ്പോഴും വെളിച്ചം എപ്പോഴും വെളിച്ചത്തിലെ ഹാലിലെ ഇരുട്ടിന് ഒരിക്കലും വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഈ സത്യത്തിന്റെ പിന്നാലെ തന്നെ അവർ ഓരോരുത്തരും വന്നോണം. അതിനു മുമ്പ് കീഴടങ്ങ് തന്നെ ചെയ്യും. ഹാലലിയ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞും അവരുടെ ദൈവത്തെ എന്താ ദൈവം എന്ന് പരിശുദ്ധൻ പറഞ്ഞു വെച്ചാൽ അതിനെ ഉണ്ടാക്കണം. മനുഷ്യൻ ചുമന്നുകൊണ്ട് പോണം, നിർത്തണം, എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലണം, അവിടെ ചെന്ന് വീണ് നമസ്കരിക്കണം. ഇതൊക്കെയാണ്. പക്ഷെ നമ്മുടെ ദൈവത്തെ അങ്ങനെ ഒന്നും ആർക്കും ഉണ്ടാക്കാനും പറ്റത്തില്ല. ചുമന്നുകൊണ്ട് പോകാൻ പറ്റും. നമ്മുടെ ഉള്ള ദൈവം ഇരിക്കും, നമ്മൾ പുറത്തേക്ക് വരും. പക്ഷെ അല്ലാതെ ഒരു ബിംബമാക്കി ഒരു രൂപമാക്കി ഉണ്ടാക്കി ചുമന്നുകൊണ്ടുപോയി എവിടെ നിർത്തിയിട്ട് ആരോടും വീട് നമസ്കരിക്കും കൽപ്പിക്കൊന്നും വേണ്ട. നമ്മുടെ ദൈവത്തിന് മുമ്പ് സകല മുഴങ്കാലും മടങ്ങുന്ന ദൈവം, സകല മുഴങ്കാലും മടങ്ങുന്നത്. അത് ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല ചെയ്യിക്കേണ്ട. ഹാലലി അവര് ഹാലലി അല്ലാതെ തന്നെ സകല മുഴങ്കാലും മടങ്ങുന്ന ആ നാമമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണ് തിരിച്ചറിയോടെ ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ ശക്തിയോട് ഹാലലിയ നമ്മുടെ ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക ചെയ്യുമ്പോൾ ആരെയാണ് ഞാൻ സേവിക്കുന്ന ഉറപ്പോടുകൂടി നമുക്ക് ദൈവത്തെ ഘോഷിക്കാം. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ്.